ഞാൻ ഒരു ഗ്ലാസ് ചായയിൽ 2 ബിസ്ക്കറ്റും കഴിക്കാൻ വേണ്ടി ഉമ്മർത്ത് വന്നിരുന്നതാണ്. അപ്പം ഇതാ ചേച്ചി എനിക്കും കൂടി 2 എന്നുള്ള മാതിരി നമ്മുടെ കഥയിലെ നായിക ഇവിടെ വന്നിരിപ്പുണ്ട് കേട്ടോ. അപ്പം ഇവളാണ് ജൂലി. അപ്പോൾ ജൂലി പെണ്ണ് നമ്മുടെ വീട്ടിലെ പട്ടിയല്ല കേട്ടോ, അവിടെ അടുത്തുണ്ടായിരുന്ന ഒരു വീട്ടിലെ പട്ടിയാണ്, അവർ വളർത്തിയിരുന്നതാണ്. അപ്പോൾ മൂപ്പരാളെ എല്ലായിടത്തേക്കും എത്തും. ഏതൊരു കുട്ടികൾക്ക് പോലും ആളുടെ അടുത്ത് നിൽക്കാനോ ആളെ തൊടാനോ ഒന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. വളരെ ശാന്തമായ ഒരു പ്രകൃതം എന്ന് പറഞ്ഞാൽ പറ്റില്ല, അത്രയും പാവം പിടിച്ച ആളാണേ. അപ്പോൾ എന്താ പറയുക, കുട്ടികളും എല്ലാവരും ഹസ്ബൻഡും ഒക്കെ പോയി കഴിഞ്ഞാൽ ഇങ്ങേരും ഇവിടെ ഉമ്മർത്തുണ്ടാവും കേട്ടോ. എനിക്കൊരു കാവല് ഒരു കൂട്ടെന്ന് പറയണ പോലെ ഈ ഉമ്മർത്ത് നിന്ന് കിടപ്പുണ്ടാവും. ഞങ്ങളെന്നും ഭക്ഷണം കൊടുക്കുക അങ്ങനെ കാര്യങ്ങളൊന്നും ചെയ്യാറില്ല കേട്ടോ. ഈ പറഞ്ഞ കൂട്ട് നാട്ടിലെല്ലാ നായകളുമായിട്ട് ഇങ്ങേർക്ക് നല്ല സമ്പർക്കമാണ്. അത് കാരണം കുട്ടികളെ കൊണ്ട് തൊടിക്കാനും കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. അപ്പോൾ ഭക്ഷണം കൊടുത്ത പിന്നെ ആൾ പോവില്ല എന്ന് കരുതിയിട്ടാണ് കൊടുക്കാത്തത്. പക്ഷേ ഇങ്ങേരെ എപ്പോഴും ഇവിടെ തന്നെ ഉണ്ടാവും. ആളൊരു പാവായ കാരണം പിന്നെ ആട്ടി പായിക്കില്ല ആരും. അപ്പോൾ ഇവ മോള് പാവണ്ടെന്ന് പറഞ്ഞിട്ട് ബിസ്ക്കറ്റുകൾ കൊടുക്കുകയാണ്. അപ്പോൾ എന്താ പറയുക, അതുണ്ടാവും കിടപ്പ്. കഴിഞ്ഞ പ്രസവത്തിൽ 7 കുഞ്ഞുങ്ങളായിരുന്നു. ഈ പ്രസവം വെയിറ്റിങ്ങിലാണ്. ഇനി എത്ര കുഞ്ഞുങ്ങളാവുമോ എന്തോ.